ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ടൈം ലേഡി ഡിസൈൻ. ഈ മുട്ടുസൂചി കൊണ്ട് ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കി. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം എടുത്തു വെക്കാം. നോർമൽ സൂചി തന്നെയാണ് കേട്ടോ ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. രംഗോളി നൂല് തന്നെയാണ് ഇതിനും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇതേ നമ്മുടെ സ്കാർഫിനൊക്കെ യൂസ് ചെയ്യുന്ന മുട്ടുസൂചിയാണ് കേട്ടോ. ഈ ഒരു മുകളിൽ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ആദ്യം തന്നെ നമ്മൾ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് സർക്കിൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ മുകൾ സൈഡിലായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫ്ലവർ ചെയ്യുന്ന അടയാളപ്പെടുത്തിൻ്റെ കുറച്ചും കൂടി മുകളിലായിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ് ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഇനി നമ്മൾ സൂചി താഴേന്ന് കുത്തി മേലേക്ക് വലിക്കുക കേട്ടോ. ഈ ഒരു നമ്മളെവിടെ അടയാളപ്പെടുത്തിയ അവിടുന്ന് ഇതേപോലെ മേലോട്ട് കുത്തി വലിക്കുക. എന്നിട്ട് ഈ ഒരു മൊട്ട് സൂചിക്ക് ഇതിലായിട്ട് ഇതുപോലെ കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്തിയത് കുറച്ചും കൂടെ മുകൾക്ക് ആവണം കേട്ടോ. എന്നാലേ ഒരു കുറച്ചും കൂടി നീളം വേണം. എന്നാലേ നമുക്ക് ചുറ്റിയിടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ എത്രത്തോളം മുകളിലാക്കി ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ചുറ്റാനുള്ള ഇതുണ്ട് കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് ഇതൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈയിൻ്റെ ഒരു ഇഞ്ച് ഇതാണ് കേട്ടോ. കുറച്ചൊരു ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ഈ ഒരു അളവ് ഇതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കുത്തി മേലോട്ട് വലിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ആ സൂചി താഴത്തോട്ട് കുത്തി ഇറക്കുക. എന്നിട്ട് അടുത്തതായിട്ട് ഈ രണ്ട് നൂലിൻ്റെ ഇടയിലൂടെ വീണ്ടും സൂചി മേലോട്ട് കുത്തി ഇറക്കുക കേട്ടോ. എന്നിട്ട് സൂചിയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഏത് സൈഡൊന്നും തുടങ്ങാം കേട്ടോ. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്. ഇതുപോലെ ഉള്ളിലേക്ക് എടുത്ത് വലിക്കുക. അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് എടുത്തതിന് ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സൂചിയുടെ ബാക്ക് ഭാഗം കൊണ്ടാണ് ഇത് ഇങ്ങനെ എടുക്കേണ്ടത്. നമ്മൾ സൂചി കുത്തണ ഭാഗം കൊണ്ട് എടുത്താൽ നമ്മൾ ഒരുപാട് നൂല് വെച്ചിട്ട് വരുന്ന ഒരു ത്രെഡാണിത്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ കെട്ട് കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇന്ന ഭാഗത്തുനിന്ന് തുടങ്ങണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് ഭാഗത്തു നിന്നാണോ തുടങ്ങിയത് ആ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ അടുത്തത് മറ്റേ സൈഡിൽ നിന്ന് തുടങ്ങിയാലും മതി. നമ്മൾ ചെയ്യുന്നതിനിടയിലൂടെ ഇതുപോലെ ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കണേ. ടൈറ്റാക്കിയില്ലെങ്കിൽ ലൂസായി കിടന്നാൽ നമുക്ക് ഫ്ലവറായിട്ട് ശരിക്കും കിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ മുടി മുടയുന്ന ആ ഒരു ഫീൽനെസ് ആണ് കേട്ടോ ഉണ്ടാവുക. ആ ഒരു ലുക്കാണ് ഇതിനുണ്ടാവുക. ഞാനിവിടെ ചെറിയൊരു ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഇതിലേറെ കുറച്ചുകൂടി വലുതാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചുറ്റൊക്കെ വന്നിട്ട് ഒന്നുകൂടി നല്ല ഭംഗിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ചും കൂടി വലുതാക്കുന്നതിനനുസരിച്ച് ഇതുപോലെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുക. നല്ല ക്ഷമമാണ് കേട്ടോ. ക്ഷമ ഉള്ളവർക്ക് നല്ല പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇത് അവസാനം എത്തി കഴിയുമ്പോൾ പതുക്കെ ആ മുട്ട് സൂചി അങ്ങ് ഊരിയെടുത്തിട്ട് ഈ ലാസ്റ്റ് എൻ്റെ ഭാഗത്ത് നന്നായിട്ട് ടൈറ്റാക്കി വലിക്കുക കേട്ടോ. അത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ അതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അതാ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നീളമുണ്ടെങ്കിൽ നമുക്കിതിലേറെ ചുറ്റുകൾ വരും. എനിക്കൊന്നും കൂടി ഭംഗി തോന്നിയിട്ടുള്ളത് ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. അതുകൊണ്ടാണ് ഞാനിതൊരു യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദേ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ദേ ഇതുപോലെ താഴ്ന്ന് സൂചി കുത്തി വലിച്ചെടുത്തിട്ട് ഇതിമെന്ന് ഒരു ജസ്റ്റ് ഒരു നൂല് 2 നൂലൊക്കെ ജസ്റ്റ് സൂചിമ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് കുത്തി ഇറക്കുക കേട്ടോ. അങ്ങനെ 2-3 ചുറ്റുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കുത്തി കൊടുക്കുക. അത് നമുക്ക് അവിടെ അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൈറ്റ് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണേ. ഈ ഒരു ഫ്ലവർ നമുക്ക് ചുരിദാറിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്ലവർ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇതിന് ചെറുതായിട്ടൊരു ലീഫ് കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് ഫ്ലവർ ആകുമ്പോൾ പിന്നെ ലീഫ് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ടൊന്നുമല്ല, ഒരു ചെറിയൊരു ലീഫാണ് കൊടുക്കുന്നത്. അതും ബുള്ളൻ നോട്ട് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ലീഫാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലീഫ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ലീഫാണ് കൊടുത്തിട്ടുള്ളത്. മുന്നേ ചെയ്തത് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതേ ഒന്നും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ടേ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇതേ ഇന്നത്തെ യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു വെറൈറ്റി ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. ഇതുപോലുള്ള വെറൈറ്റി വർക്കുകളൊക്കെ നമ്മൾ ഡ്രസ്സിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. എല്ലാ സൈസിലും എല്ലാ കളേഴ്സിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതൊക്കെ ആവാറായില്ലേ. നല്ല വെറൈറ്റി മോഡലും വെറൈറ്റി കളക്ഷൻസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണേ. അതുമാത്രമല്ല, ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുമ്പോൾ അതിന് നമുക്ക് നല്ല ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതെ, ഈ ഒരു വർക്കുകളൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ, ഒരുപാട് ടൈം എടുത്തിട്ട് വേണം നമ്മൾ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാക്സിമം 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് എങ്കിലും നമുക്ക് കസ്റ്റമൈസിങ്ങിന് വേണം. അപ്പോൾ പെട്ടെന്ന് കയറി ഓർഡർ ചെയ്യരുത്. മാക്സിമം ഒരു 15 ദിവസമെങ്കിലും കസ്റ്റമൈസിങ്ങിന് വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് ഓർഡർ തരാൻ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും വളരെ വലുതാണ് കേട്ടോ. ഇനിയും അങ്ങോട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും എല്ലാം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.